ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ രാമായണ സമീക്ഷ സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംസ്കൃത വിഭാഗം, സംസ്കൃത സംഘം, പാലക്കാട് ജില്ലാ കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് രാമായണ സമീക്ഷ പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ പരിപാടികളോട് കൂടിയായിരുന്നു രാമായണ സമീക്ഷ നടത്തിയത്. രാവിലെ വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരത്തോടു കൂടിയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത്. രാമായണം ഖണ്ഡങ്ങളിലൂടെയുള്ള ക്ലാസ്, രാമായണത്തിന്റെ ബഹുസ്വരത എന്ന വിഷയത്തിൽ സെമിനാർ എന്നിവയും നടന്നു. മുഹമ്മദ് മുഹസിൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വാൽമീകി രാമായണം, എന്നാൽ അത് തന്നെ പിന്നീട് ഓരോ പ്രാദേശികമായ അതിനുള്ള വ്യത്യാസങ്ങളുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലുള്ള പ്രാദേശികമായ റീഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. കമ്പരാമായണം തമിഴ്നാട്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുളസീദാസിന്റെ രാമചരിതമാനസമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ടതാണ്. അധ്യാത്മരാമായണമുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ മാപ്പിള രാമായണമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഈവൻ ജാതി മതങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചിട്ടുള്ള രീതിയിൽ രാമായണത്തെ നമുക്ക് അറിയാൻ കഴിയും. അടിസ്ഥാനപരമായി നമുക്ക് അറിയാം, ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്കൂളുകളോ സംവിധാനങ്ങളോ ഇല്ലാത്ത സാധാരണ മനുഷ്യന് ധാർമ്മിക ബോധമുണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് രാജധർമ്മം, പുത്രധർമ്മം, ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോടുള്ള ധർമ്മം, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മേഖലയിലും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു ഹസ്ബൻഡ് എങ്ങനെയാണ്, ഒരു വൈഫ് എങ്ങനെയാണ്, ഒരു സഹോദരനോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നൊക്കെ അന്നത്തെ സാധാരണ മനുഷ്യന് പഠിപ്പിക്കാൻ ഏറ്റവും മികച്ച രീതിയിൽ രാമായണം ഒരു കാലഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട്. ഡോക്ടർ A. വാസു അധ്യക്ഷനായിരുന്നു. കുഞ്ഞൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ K. ജയദേവൻ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി, ഡോക്ടർ M. രാജലക്ഷ്മി, VT ശോഭന, നന്ദകിഷോർ, PV രാമൻകുട്ടി, ഡോക്ടർ അനിൽകുമാർ, PM വാസുദേവൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.